ഹലോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇഫ് ഓൾ ദ പോയിൻറ്റ്സ് ആർ പ്ലോട്ടിംഗ് വിതിൻ അപ്പർ കൺട്രോൾ ലിമിറ്റ് ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്, all the process is said to be in control, in statistical control. ഇതാണ് അതിൻ്റെ ബേസിക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കുറേ കൂടി നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ പോയിൻറ്റ്സും UCLൻ്റെയും LCLൻ്റെയും ഇടയിലായാൽ പ്രോസസ്സ് കൺട്രോളിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. Sometimes, even if all the points plot inside the control limits, if they behave in a systematic or non-random manner, the process is not in control. We have to be suspicious about whether the process is in control or not. പോയിൻറ്റ്സ് വിതിൻ കൺട്രോൾ ലിമിറ്റ്സ് ആയാൽ മാത്രം പോരാ, അത് ഒരു റാൻഡം പാറ്റേണിലായിരിക്കണം സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ അവിടെ ഉണ്ടാവാൻ പാടില്ല. റാൻഡമായിട്ട് ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് കൺട്രോളിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് യു ആർ ഹാവിങ് 20 പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് 20 സാമ്പിൾസ്. കറസ്പോണ്ടിങ് ടു ഈച്ച് സാമ്പിൾ യു വിൽ ഹാവ് എ പോയിൻറ്റ്. ആൻഡ് സപ്പോസ് ഔട്ട് ഓഫ് ദിസ് 20 പോയിൻറ്റ്സ് 18 points are plotted above the center line but still below the upper control limit, and only 2 of these points plotted below the center line but above the lower control limit. 20-18 സെൻട്രൽ ലൈനിൻ്റെ മുകളിലും പക്ഷേ അപ്പർ കൺട്രോളിൻ്റെ താഴെയും, ബാക്കി 2 മാത്രം സെൻട്രൽ ലൈന് താഴെ എന്നാൽ ലോവർ കൺട്രോൾ ലിമിറ്റ് മുകളിലും ആണെന്ന് വിചാരിക്കുക. അതായത് സെൻട്രൽ ലൈനിന് മുകളിൽ 18 സെൻട്രൽ ലൈനിന് താഴെ 2 പക്ഷേ എല്ലാ പോയിൻറ്റ്സും ഈ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്, കൺട്രോൾ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ പോലും അത് ആ പ്രോസസ്സ് കൺട്രോൾ ആവണമെന്നില്ല. കാരണം ഇത് ഇവിടെ ഒരു റാൻഡം പാറ്റേൺ അല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആ പ്രോസസ്സ് ഇൻ കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. പ്രോസസ്സ് കൺട്രോൾ ആണെങ്കിൽ എല്ലാ പോയിൻറ്റ്സും റാൻഡം ആയി ഈ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ. മാത്രമല്ല ഇതിൽ പല മെത്തേഡ്സും ഉണ്ട്. നമുക്ക് നോൺ റാൻഡം പാറ്റേൺ എന്ന് പറയുന്നത് പലതരം പാറ്റേൺ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞ പാറ്റേൺ ഒരു പാറ്റേണാണ്. 20-18 സെൻട്രൽ ലൈനിന് മുകളിൽ, ബാക്കി 2 സെൻട്രൽ ലൈനിന് താഴെ. എന്നാൽ മറ്റ് ചില പാറ്റേൺ കാണാം. അപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ ലൈനിൻ്റെ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പോയിൻ്റാണ്. പക്ഷേ ആദ്യത്തെ പോയിൻറ്റ്, രണ്ടാമത്തെ പോയിൻറ്റ്, മൂന്നാമത്തെ പോയിൻ്റ് ഒക്കെ അങ്ങനെ ഉയർന്നു പോകുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാ പോയിൻറ്റ്സും താഴോട്ട് വരുന്നു. വീണ്ടും എല്ലാ പോയിൻറ്റ്സും മുകളിലോട്ട് പോകുന്നു. ഒരു റണ്ണായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കുറേ പോയിട്ട് പിന്നെ കുറേ തുടർച്ചയായിട്ട് താഴോട്ട് പോകുന്നു, പിന്നീട് തുടർച്ചയായിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള നോൺ റാൻഡം പാറ്റേൺ കാണുമ്പോൾ ഈ പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് പറയേണ്ടി വരും. പലതരം നോൺ റാൻഡം പാറ്റേൺ ഉണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ പലതരം അസൈൻമെൻറ്റ് കോഴ്സസും ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. അതായത് നമ്മൾ ഇത്തരം കൺട്രോൾ ചാർട്ട് അനലൈസ് ചെയ്ത് പരിചയം ഉണ്ടാവണം. മാത്രമല്ല ആ കൺട്രോൾ ചാർട്ട് അനലൈസ് ചെയ്ത് പരിചയം മാത്രം പോരാ, ആ കൺട്രോൾ ചാർട്ടും ആ പ്രോസസ്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ നമുക്ക് പരിചയം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്ക് ഈ നോൺ റാൻഡം പാറ്റേണിൻ്റെ പിന്നിലുള്ള അസൈനബിൾ കോസസ് എന്താണെന്ന്
കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഡയഗ്നോസിസ് ചെയ്തിട്ട് അത് അവിടെ ആ അസൈനബിൾ കോസസ് പരിഹരിക്കുക. അവിടെ വേണ്ട കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ അൺഡിസൈറബിൾ സിറ്റുവേഷനെ തരണം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് ഈ കൺട്രോൾ ചാർട്ട് ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ ബേസിക് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ബേസിക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അപ്പർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിൻ്റെയും ഇടയിൽ വരുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ, അണ്ടർ കൺട്രോൾ എന്നും, UCL മുകളിലോ അല്ലെങ്കിൽ LCL താഴെയാണെങ്കിൽ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നും ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ബേസിക് ഇൻ്റർപ്രിട്ടേഷനും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും തമ്മിലൊരു ബന്ധമുണ്ട്. നമുക്കറിയാം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് 2 ഹൈപ്പോത്തസിസ് ഉണ്ടാവും. ഒന്ന് H0, ഒന്ന് H1. H0 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ്, H1 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ സാമ്പിളിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒന്നുകിൽ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഈ കൺട്രോൾ ചാർട്ടിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തമ്മിൽ വളരെ ദൃഢമായൊരു ബന്ധമുണ്ട്. You suppose that the vertical axis in a control chart is the sample average. ഞാൻ പറഞ്ഞു ഈ വെർട്ടിക്കൽ ആക്സിസ്, അതായത് Y ആക്സിസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ ആവറേജ് മെഷർമെൻറ്റിനെയാണ് മോണിറ്റർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു ആവറേജ് ആയിരിക്കും ആ Y ആക്സിസിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന് ആവറേജ് എക്സ് ബാർ, സാമ്പിൾ മീൻ എക്സ് ബാർ ആണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈന് സാമ്പിളും ആയിരിക്കും. Okay, and suppose if the current value of x bar plots between the control limits, we conclude that the process mean is in control. Process mean ആണ് അവിടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. പ്രോസസ് മീൻ മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ ആവറേജ് എക്സ് ബാറിനെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വെർട്ടിക്കൽ ആക്സിസിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ബാർ ഈ കൺട്രോൾ ലിമിറ്റ്സിനുള്ളിലാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് പറയും? വി വിൽ കൺക്ലൂഡ് ദാറ്റ് ദ പ്രോസസ് മീൻ ഈസ് ഇൻ കൺട്രോൾ. ദാറ്റ് ഈസ് H0 null hypothesis, say mu is equal to some mu naught. mu naught എന്ന് പറയുന്നത് നമുക്ക് വേണ്ട വാല്യൂ mu naught ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ പ്രോസസ് മീൻ mu എന്ന് പറയുന്നത് എന്തായിരിക്കും? mu naught ആയിരിക്കും. അല്ലെങ്കിലോ, അതായത് if x bar exceeds either control limit, either it is above upper control limit or below lower control limit, we conclude that the process mean is out of control. That is, it is equal to some value mu1, which is not equal to mu naught. Okay, അതായത് ഈ കൺട്രോൾ ലിമിറ്റ്സിനുള്ളിലാണ് പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും H0 mu equal to mu naught ആണെന്ന് പറയും. ഇനി അല്ലെങ്കിൽ mu ഈസ് ഈക്വൽ ടു mu1 ആണെന്ന് പറയും. റൈറ്റ്. സോ ഇൻ എ സെൻസ് ദ കൺട്രോൾ ചാർട്ട് ഈസ് എ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ദാറ്റ് ദ പ്രോസസ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ. പ്രോസസ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളിലാണ് എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ആ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യും, എപ്പോൾ എല്ലാ പോയിൻറ്റ്സും കൺട്രോൾ ലിമിറ്റ്സിന് ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും എപ്പോൾ പോയിൻറ്റ്സ് UCLൻ്റെ മുകളിൽ അല്ലെങ്കിൽ LCLൻ്റെ താഴെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇൻ കൺട്രോൾ, പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ എന്ന് ഉള്ള നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഈ സാമ്പിൾ പോയിൻ്റ് എവിടെ പ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചാണ്. അപ്പോൾ സത്യത്തിൽ ഈ കൺട്രോൾ ചാർട്ടിൻ്റെ ടെക്നിക്ക് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൻ്റെ ടെക്നിക്കുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എ പോയിൻ്റ് പ്ലോട്ടിംഗ് വിതിൻ ദ കൺട്രോൾ ലിമിറ്റ് ഈസ് ഈക്വലൻ്റ് ടു ഫെയിലിംഗ് ടു റിജക്ട് ദ ഹൈപ്പോത്തസിസ് ഓഫ് statistical control, that is accepting the alternative hypothesis. Okay, a point plotting within the control limit is equivalent to failing to reject the hypothesis of statistical control, and a point plotting outside the control limit is equivalent to rejecting the
നൾ ഹൈപ്പോത്തസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ. അത്തരം ഒരു ബന്ധം നമുക്ക് ഈ കൺട്രോൾ ചാർട്ട് ടെക്നിക്കും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടെക്നിക്കും തമ്മിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജനറൽ മോഡലിലേക്കാണ് പോകുന്നത്. കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു ജനറൽ മോഡൽ എന്താണ്? കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു ജനറൽ മോഡൽ എന്താണ് എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പ്രോസസ്സിൻ്റെ ആവറേജിനെയാണോ പ്രോസസ്സിൻ്റെ വേരിയേഷനെയാണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ എന്തിനെയാണ്, പ്രോസസ് മീനിനെയാണ് പ്രോസസ് ആവറേജിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാമ്പിൾ ആവറേജ് ആയിരിക്കും നമ്മുടെ പ്ലോട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് എടുക്കുന്നത്, അഥവാ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ പ്രോസസ് മീനിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോസസ് ആവറേജ് സാമ്പിൾ മീനിനെയാണ് ഞാൻ വെർട്ടിക്കൽ ആക്സസിൽ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കും. അത് ഇപ്പോൾ ജനറലി സ്പീക്കിംഗ്, സപ്പോസ് ടി ബി ദി സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഓർ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മളിവിടെ ചാർട്ടിന് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് ആയതുകൊണ്ട് അതിനെ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. ലെറ്റ് ടി ബി the sample statistic or charting statistic that measures some quality characteristics of interest. And suppose that the mean of t, that is mean of the charting statistic t, അത് സാമ്പിൾ മീൻ ആണെങ്കിൽ സാമ്പിൾ മീനിൻ്റെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ മീൻ, ആ മീനിനെ നമുക്ക് മ്യൂ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ടിയുടെ മീൻ. And the standard deviation of t can be represented as sigma t. Okay, so t യുടെ mean mu t and t യുടെ standard deviation sigma t ആണെന്ന് വിചാരിക്കുക. Then the center line, upper control limit UCL and lower control limit LCL are computed by this formula. This formula is very important. LCL is equal to mu t minus capital L into sigma t. Center line is equal to mu t. Lower control limit is equal to mu t plus L into sigma t. ഇവിടെ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് എൽ സിഗ്മ ടി മൈനസ് ചെയ്താൽ നമുക്ക് എൽ സി എൽ കിട്ടും. സെൻട്രൽ ലൈനിനോട് എൽ ടൈംസ് സിഗ്മ ടി ആഡ് ചെയ്താൽ നമുക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും, സോറി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് തെറ്റിയിട്ടുണ്ട്. മുകളിലുള്ളത് എൽ സി എല്ലും നടുക്ക് സി എല്ലും താഴെ എൽ സി എൽ തന്നെയാണ് ആവർത്തിച്ചു പോയത്. ഐ എം സോറി, ദിസ് ഈസ് യു സി എൽ. അത് അങ്ങനെയാക്കി മാറ്റണം. ഓക്കെ, ഇതിൽ ഈ ലിമിറ്റ്സിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. എൽ സി എല്ലും യു സി എല്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൽ ടൈംസ് സിഗ്മ ടി ആണ്. മ്യൂട്ടിയിൽ നിന്ന് എൽ ടൈംസ് സിഗ്മ ടി കുറയ്ക്കുക, മ്യൂട്ടിയിനോട് എൽ ടൈംസ് സിഗ്മ ടി കൂട്ടുക. അപ്പോൾ ഇത് ഈക്വിഡിസ്റ്റൻ്റ് ആയിരിക്കും. മ്യൂട്ടിയിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും, അതായത് സെൻട്രൽ ലൈനിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫ് നോക്കുക. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ ഞാൻ ആ സ്പെസിമെനിൽ കാണിച്ച ആ ഗ്രാഫ് ഒന്ന് നോക്കുക. ആ ഗ്രാഫിലും നമുക്കിത് വളരെ കൃത്യമാണ്. സെൻട്രൽ ലൈനിൽ നിന്ന് മുകളിലേക്കുള്ള അകലവും സെൻട്രൽ ലൈനിൽ നിന്ന് ലോവർ കൺട്രോൾ ലിമിറ്റിലേക്കുള്ള അകലവും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് മ്യൂട്ടി ആയിരിക്കും. അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് മ്യൂട്ടി പ്ലസ് എൽ ടൈംസ് സിഗ്മ ടി ആയിരിക്കും. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് മ്യൂട്ടി മൈനസ് എൽ ടൈംസ് സിഗ്മ ടി ആയിരിക്കും. ഓക്കെ, ഈ ജനറൽ മോഡൽ വാട്ട് ഈസ് എൽ? എൽ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി കൺട്രോൾ ലിമിറ്റ്സ് ഫ്രം ദി സെൻട്രൽ ലൈൻ എക്സ്പ്രസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. അത് ഒരു തിയററ്റിക്കലായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ
This general theory of control chart was first proposed by Walter A. Shewhart, and control charts developed according to this principle are often called Shewhart's control charts. ഈ ഷെവാർട്സ് കൺട്രോൾ ചാർട്ട്സ് എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇഫ് വി ചൂസ് എൽ ആസ് 3, സ്വാഭാവികമായിട്ടും എല്ലിനെ നമ്മൾ 3 ആയിട്ടാണ് ചൂസ് ചെയ്യാറ്. ദെൻ ദ ചാർട്ട്സ് ആർ കോൾഡ് 3 സിഗ്മ ചാർട്ട്സ്. എന്തുകൊണ്ട്? എൽ ടൈംസ് സിഗ്മയാണ്. നമ്മൾ ഈ ജനറൽ തിയറിയിൽ LCL എന്ന് പറയുന്നത് മ്യൂ ടി മൈനസ് എൽ ടൈംസ് സിഗ്മ ടി ആണ്. ഈ എല്ലിന് 3 കൊടുത്തു കഴിഞ്ഞാൽ അത് മ്യൂ ടി മൈനസ് 3 ടൈംസ് സിഗ്മ ടി ആണ്. 3 ടൈംസ്. അതുപോലെ പ്ലസ് 3 ടൈംസ് സിഗ്മ ടി. അതുകൊണ്ട് ഇതിനെ 3 സിഗ്മ കൺട്രോൾ ചാർട്ട് എന്നുള്ള മറ്റൊരു പേരിലും ഈ കൺട്രോൾ ചാർട്ട് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിനെ ഷെവാർട്സ് കൺട്രോൾ ചാർട്ട് അല്ലെങ്കിൽ 3 സിഗ്മ കൺട്രോൾ ചാർട്ട് എന്നാണ് പറയുക. ഈ എല്ലിന് 3 തന്നെ ചൂസ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലിനെ 3 എന്ന് ചൂസ് ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് ഈ കൺട്രോൾ ചാർട്ടിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രിൻസിപ്പിൾ. എന്നാൽ 3ക്ക് ചെറിയ വേരിയേഷനോട് കൂടിയുള്ള വാല്യൂ സജസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത ഡിസ്കഷനിൽ പറയാം. ഓക്കെ, താങ്ക് യു.